എല്ലാവരുടെ ലൈഫിലും നമുക്ക് ഒത്തിരി ഒത്തിരി ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്. സന്തോഷം, ദേഷ്യം, സങ്കടം, ഇറിറ്റേഷൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്. ഈ സമയങ്ങളിലൊക്കെ ഒരു പക്ഷഭേദവും കൂടാതെ സ്നേഹമായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലുള്ളൂ, നമ്മുടെ സ്വന്തം പെറ്റമ്മ. അമ്മയ്ക്ക് പകരമാവാൻ നമ്മളെ ലവറിനോ അല്ലെങ്കിൽ കെട്ടിയന്മാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും കഴിയില്ല. അമ്മയ്ക്ക് അമ്മ തന്നെ വേണം. ദൈവം കഴിഞ്ഞ രണ്ടാമത്തെ ഒരു ദൈവം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ എൻ്റെ അമ്മയാണെന്ന്. കാരണം ഒരുപാട് സമയത്ത് ഞാനത് അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമ്മമാരുടെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ അവരെ വേദനിപ്പിച്ചാൽ കൂടി നമ്മളെ വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അമ്മമാർ. പക്ഷേ ഇന്ന് നമ്മുടെ ഈ ലോകത്ത് പല മക്കളും അതറിയാതെ സ്വന്തം അമ്മമാരെ നരകത്തിന് തുല്യമായിട്ട് വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ അവർ കാലം കുറേ കഴിയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേദനിക്കുക തന്നെ ചെയ്യും. ഇന്ന് പലരും സ്വന്തം അമ്മമാർ വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളാൻ മാത്രമേ നോക്കത്തുള്ളൂ. ശരിയല്ലേ അത്? അപ്പോൾ അങ്ങനെയുള്ള മക്കളൊന്ന് ആലോചിക്കുക, സ്വന്തം അമ്മയ്ക്ക് പകരമാവാൻ 100 അമ്മമാർ വന്നാലും കഴിയില്ല എന്നൊരു സത്യം.